ഹായ് ഓൾ വെൽക്കം ടു മെൻറ്റസ് കൊമേഴ്സ് അക്കാദമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനായി പാഠഭാഗം ഒന്നിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പാഠത്തിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ നമുക്ക് നോക്കി പോവാം. ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഇതിൽ പറയുന്നത് നമ്മുടെ മാനുഷിക പ്രവർത്തനങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ആക്ടിവിറ്റീസിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികേതര പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എന്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇക്കണോമിക് ആക്ടിവിറ്റീസ്? സാമ്പത്തികം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും മണി റിലേറ്റഡ് ആണ്. ഇപ്പം നമ്മൾ പൈസ സമ്പാദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ധനം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ എൻഗേജ് ചെയ്യുന്ന എന്തൊരു ആക്ടിവിറ്റീസിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാം. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്, ഡോക്ടർ ക്ലിനിക്കിൽ കൺസൾട്ട് ചെയ്യുന്നുണ്ട്, ലോയർ കേസ് വാദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ഒരാൾ ഗുഡ്സ് ഒക്കെ വിൽക്കുന്നുണ്ട്, ബസ്സിൽ ബസ് ഡ്രൈവർ ബസ് ഓടിക്കുന്നുണ്ട്, ഇപ്പോൾ കാറ് സ്വന്തം ആവശ്യങ്ങൾക്കല്ലാതെ പുറമെ കാർ ഓടാൻ പോകുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? പണം സമ്പാദിക്കുക എന്നുള്ളൊരു പർപ്പസോട് കൂടെ നമ്മൾ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്തായിരിക്കും? സാമ്പത്തികേതര പ്രവർത്തനങ്ങൾ. അപ്പോൾ ധനം മെയിൻ ഫാക്ടർ അല്ലാതെ, പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലാതെ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ മനസ്സിന് തൃപ്തി തരുന്ന മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചില ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ തോട്ടം നനയ്ക്കുന്നു, നമ്മുടെ അച്ഛൻ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? ഫാമിലീനെ കാറിൽ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ചിലർ എന്ത് ചെയ്യുന്നുണ്ട്? ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എൻഗേജ് ചെയ്യുന്നുണ്ട്. ഒരു കണ്ണ് കാണാത്ത ഒരാളെ നമ്മൾ എന്ത് ചെയ്യുന്നു? റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തോട്ടം നനയ്ക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ലവ്, സിമ്പതി, സെൻറ്റിമെൻറ്റ്, പാട്രിയോട്ടിസം, രാജ്യസ്നേഹം, അതുപോലെ തന്നെ സിമ്പതിയുടെ പുറത്ത്, ലവിൻ്റെ പുറത്തൊക്കെ നമ്മൾ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അവിടെ എന്ത് വരുന്നില്ല? അവിടെ ഒരു പൈസ ഒരു ഫാക്ടറായിട്ട് വരുന്നില്ല. നെക്സ്റ്റ് പറയുന്നു ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആക്ടിവിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തുല്ലോ. ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ഇവിടെ പറയുന്നു. ഒരു എക്സാമ്പിൾ പറയാണ്, കുക്കിംഗ് ഫുഡ് ഫോർ എ ഹോട്ടൽ ഫോർ സെർവിങ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഈസ് എൻ ഇക്കണോമിക് ആക്ടിവിറ്റി. ഇക്കണോമിക് മോട്ടീവ് ഓഫ് പ്രോഫിറ്റ് ആണ്. ഒരു ഹോട്ടലിൽ ആൾക്കാർക്ക് ഫുഡ് ഒരു ഷെഫ് എന്ത് ചെയ്യുന്നു? കുക്കിംഗ് ചെയ്ത് ഫുഡ് കൊടുക്കുന്നു. ഇനി കുക്കിംഗ് ഫുഡ് ഇൻ എ ഹൗസ് ബൈ മദർ ഫോർ സെർവിങ് ഇറ്റ് ടു ദി ഫാമിലി ഈസ് എ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റി. നമ്മുടെ അമ്മ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് പൈസ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെ അല്ലല്ലോ. ഫോർ എ ലവ് ആൻഡ് എഫെക്ഷൻ്റെ ബേസിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. പകരം ഒരു ഷെഫ് ഒരു ഹോട്ടലിൽ ഗുഡ്സ് ഉണ്ടാക്കി വിൽക്കുന്നത് എന്താണ്? അത് പൈസ കിട്ടണം, അല്ലെങ്കിൽ ഹോട്ടലിന് ലാഭം ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ അത് ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. കുറച്ച് എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. ഡോക്ടർ ട്രീറ്റിംഗ് എ പേഷ്യൻറ്റ് ഫ്രം ഹിസ് ക്ലിനിക് ഓർ ഹോസ്പിറ്റൽ ഫോർ എ സാലറി ഓർ ഫോർ എ ഫീ. എ ക്ലർക്ക് വർക്കിംഗ് ഇൻ എൻ ഓഫീസ്, സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്ലർക്ക് എവിടെ വർക്ക് ചെയ്യുന്നത്? ഓഫീസിൽ വർക്ക് ചെയ്യുന്നത്. ബിസിനസ് മാൻ എന്ത് ചെയ്യുന്നു? ഗുഡ്സ് സെൽ ചെയ്യുന്നു ഫോർ പ്രോഫിറ്റിന് വേണ്ടി. കാർപ്പൻറ്റർ മേക്ക് ഫർണിച്ചർ ഫോർ സെല്ലിംഗ്, പ്രോഫിറ്റ് ഫോർ ഓർ കൂലി. എൻ അക്കൗണ്ടന്റ് പ്രിപ്പയേഴ്സ് അക്കൗണ്ട് ഫോർ ബിസിനസ്, എന്ത് ചെയ്യുന്നു? സാലറി. എ ടാക്സി ഡ്രൈവർ ഡ്രൈവ് ടാക്സി കാർ വിത്ത് പാസഞ്ചേഴ്സ്, ടാക്സി ഫെയർ. ഇതൊക്കെയാണ് നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസിന് എക്സാമ്പിളായിട്ട് പറയുന്നത്. നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസിനുള്ള എക്സാമ്പിൾ നോക്കിക്കോ. എ ബോയ് ഈസ് ഹെൽപ്പിംഗ് എൻ ഓൾഡ് മാൻ ടു ക്രോസ് ദി റോഡ്. ദ മാൻ ക്ലീനിങ് എ പബ്ലിക് പ്ലേസസ് സർവീസ്. ഒരു മാൻ എന്ത് ചെയ്യുന്നു? ഒരു പബ്ലിക് പ്ലേസസ് സെർവ് ചെയ്യുന്നു. ഫാദർ ഡ്രൈവ്സ് ഹിസ് കാർ ടു ക്യാരി ഫാമിലി. ഫാദർ എന്ത് ചെയ്യുന്നു? അവരുടെ ഫാമിലിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നു. കാർപ്പൻറ്റർ മേക്ക് ഫർണിച്ചർ ഫോർ ഹിസ് ഓൺ യൂസ്. ആളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കാർപ്പൻറ്റർ ഫർണിച്ചർ ഉണ്ടാകുന്നു ആളുടെ വീട്ടിലേക്ക് വേണ്ടി. എ ഡോക്ടർ ട്രീറ്റിംഗ് ദ പുവർ ആസ് എ പാർട്ട് ഓഫ് ചാരിറ്റി. ചാരിറ്റിയുടെ ബേസിൽ ഫീസ് ഇല്ലാതെ കുറച്ച് പേരെ ഡോക്ടർ ട്രീറ്റ് ചെയ്യുന്നു. എ മാൻ ഡൊണേറ്റ് മണി ടു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒരാൾ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മണി ഡൊണേറ്റ് ചെയ്യുന്നു. എ ടീച്ചർ ടീച്ചേഴ്സ് ഹിസ് വില്ലേജ് ടു ഇറാഡിക്കേറ്റ് ഇല്ലിറ്ററസി. നമ്മുടെ ഇല്ലിറ്ററസി ഒഴിവാക്കാൻ വേണ്ടി ടീച്ചർ എന്ത് ചെയ്യുന്നു? പൈസയ്ക്കല്ലാതെ ചാരിറ്റി പർപ്പസിന് വേണ്ടി ആളുടെ വില്ലേജിൽ പഠിപ്പിക്കുന്നു. ഇതൊക്കെ നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസിന് എക്സാമ്പിളാണ്.
ഇനി നോക്കിക്കോളൂ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. സാമ്പത്തിക പ്രവർത്തനങ്ങളെ താഴെ കൊടുത്തിരിക്കുന്ന വിധത്തിൽ മൂന്നായിട്ട് തരംതിരിക്കാം. അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ നോക്കി. പണം സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ നമ്മൾ എൻഗേജ് ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റി എന്താണ്? ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. ആ ഇക്കണോമിക് ആക്ടിവിറ്റികളെ മെയിനായിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണവ? ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്, അങ്ങനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഇനി എന്താണ് ബിസിനസ് എന്ന് നോക്കാം. എ ടേം ബിസിനസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി വേർഡ് ബിസി. ദ ബിസിനസ് മീൻസ് ബീയിങ് ബിസി. തിരക്ക് എന്ന പദമാണ് ബിസിനസ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ബിസിനസ് റെഫേഴ്സ് ടു, ഇത് പഠിച്ചു വയ്ക്കണം നമ്മൾ. ബിസിനസ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് വിച്ച് ആർ കണക്റ്റഡ് വിത്ത് ദി പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സപ്ലൈ ഓഫ് സർവീസസ് വിത്ത് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ സാധനങ്ങളും സേവനങ്ങളും സപ്ലൈ ചെയ്യുന്നു. റെഗുലർ ബേസിസിൽ സപ്ലൈ ചെയ്യണം, നിരന്തരമായിട്ട് ചെയ്യണം, എങ്കിലേ അത് ബിസിനസ് ആവുള്ളൂ. വിത്ത് മെയിൻ ഒബ്ജക്റ്റ് എന്താണ്? ഏർണിംഗ് പ്രോഫിറ്റ്. ചാരിറ്റി ഒന്നും അല്ല, റെഗുലർ ബേസിസിൽ സ്ഥിരമായിട്ട് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും സപ്ലൈ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയെ നമുക്ക് എന്ത് പറയാം? ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയെ നമുക്ക് എന്ത് പറയാം? ബിസിനസ് എന്ന് പറയാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബിസിനസ് ആക്ടിവിറ്റി. an economic activity ആണ് ഇത്. The main object of a business is to earn profit. ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്, പൈസ സമ്പാദിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അടുത്തത് വരുന്നത് എന്താ? പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എവറി ബിസിനസ് ഐദർ പ്രൊഡ്യൂസ് ഓർ അക്വയർ ഗുഡ്സ് ഫോർ സെയിൽ. എന്ത് ചെയ്യുന്നു? എല്ലാ ബിസിനസ്സുകളും ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും ഗുഡ്സുകളൊക്കെ സംഭരിച്ചിട്ട് വിൽക്കാൻ. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അവിടെ എന്താ ചെയ്യുന്ന ബിസിനസ്സിൽ? ട്രാൻസ്ഫർ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഫോർ എ വാല്യൂ. ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പൈസ ഫിക്സ് ചെയ്തിട്ട് സാധനങ്ങളും സേവനങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ള ആളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്. ഇതാണ് ഇതിൽ എവിടെ ചെയ്യുന്നത്? ബിസിനസ്സിൽ ചെയ്യുന്നത്. ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ റെഗുലർ ബേസിസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലർ ബേസിസിലാണ്. ഒരു പ്രാവശ്യം എൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വിറ്റു, ഞാൻ മിണ്ടാതിരുന്നു, അത് ബിസിനസ് അല്ല. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്തിരിക്കണം. ബിസിനസ് ഇൻവോൾവ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ റെഗുലർ ബേസിസ്. അടുത്തത് എന്താ പറയുന്നത്? പ്രോഫിറ്റ് ഏർണിംഗ് ആണ്. വൺ ഓഫ് ദ മെയിൻ പർപ്പസ് ഓഫ് ബിസിനസ് ഈസ് ടു ഏൺ പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബിസിനസിന്റെ മെയിൻ ലക്ഷ്യം. അടുത്തത് അൺസെർട്ടിനിറ്റി ഓഫ് റിട്ടേൺ. അൺസെർട്ടിനിറ്റി, അനിശ്ചിതമാണ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഫ്യൂച്ചർ എപ്പോഴും എന്താണ്? അനിശ്ചിതമാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു 2020 കോവിഡ് വന്നപ്പോൾ ഒരുപാട് സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരുന്നു. കംപ്ലീറ്റ് ലോക്ക്ഡൗണിലോട്ട് പോയി, പല സാധനങ്ങളും നാശമായി പോയി. പക്ഷെ നമുക്ക് എന്താണ്? ഒന്നും പറയാൻ പറ്റില്ല. എനിക്ക് ഇത്ര സെയിൽ വരും, അല്ലെങ്കിൽ സീസൺ ടൈമിൽ ഇത്ര സെയിൽ വരുന്നു വെച്ചിട്ടാണ് ഞാനത് എന്ത് ചെയ്യണത്? അത് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് വെക്കുന്നത്. പക്ഷെ അതെന്താണ്? അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ നമുക്ക് ഉറപ്പില്ല, അൺസർട്ടൈൻ ആണ് ഫ്യൂച്ചർ, പല മാറ്റങ്ങളും വരും അല്ലേ. അപ്പോൾ അവിടെ എന്തുണ്ടായി? നഷ്ടം സംഭവിക്കും. അപ്പോൾ പോസിബിലിറ്റി ഓഫ് ലോസ് എവിടെ സ്വാഭാവികമാണ്? നമ്മുടെ ബിസിനസ്സിൽ സ്വാഭാവികമാണ്. എലമെന്റ് ഓഫ് റിസ്ക് ഉണ്ട്. റിസ്ക് ആർ റിലേറ്റഡ് വിത്ത് ഫാക്ടേഴ്സ് ലൈക്ക് ചേഞ്ചസ് ഇൻ കസ്റ്റമർ ടേസ്റ്റ് ആൻഡ് ഫാഷൻ, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്, ഫയർ, തെഫ്റ്റ്, ആക്സിഡന്റ്, നാച്ചുറൽ കലാമിറ്റീസ്. അപ്പോൾ എലമെന്റ് ഓഫ് റിസ്ക് എപ്പോഴും എന്തിലുണ്ട്? ബിസിനസ്സിലുണ്ട്. കാരണം നമുക്ക് പല നാച്ചുറൽ കലാമിറ്റീസ് വരാം, ഫാഷനിൽ മാറ്റം വരാം, കോമ്പറ്റീഷനിൽ മാറ്റം വരാം, തീപിടുത്തം ഉണ്ടാവാം, മോഷണം ഉണ്ടാവാം, ആക്സിഡൻസ് വരാം, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളിന്നിവിടെ പഠിച്ചത് എന്താണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്, എന്താണ് നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതുപോലെ ബിസിനസ് എന്താണ്, ബിസിനസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ബിസിനസ് ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ്. 3 ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് നമുക്കുള്ളത്: ബിസിനസ്, പ്രൊഫഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. മോർ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.